ഹായ് ഹലോ വേൾടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ അലുമിനിയം കട്ടിംഗ് ബ്ലേഡിൻ്റെ മൂർച്ച എങ്ങനെ വരുത്താമെന്നുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിട്ട് പോയാലോ. ഇത് നമ്മൾ മൂർച്ചയില്ലാത്ത ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത പീസാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് മൊത്തം വളഞ്ഞു പോയി, അതുപോലെ തന്നെ ഭയങ്കര ഫിഷിരും, അതുപോലെ തന്നെ കട്ടിങ് കറക്റ്റ് ആവുന്നില്ല. അപ്പോൾ ഈ ബ്ലേഡ് നമ്മൾ എങ്ങനെ രാവി റെഡിയാക്കുക എന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ബ്ലേഡ് അഴിച്ചെടുത്തിട്ട് രാവി നോക്കാം. രാവി നോക്കിയിട്ട് റെഡിയാവില്ലേ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ബ്ലേഡ് രാവാൻ ഉപയോഗിക്കുന്നത് ടൈൽ കട്ടർ മെഷീനകത്ത് നമ്മൾ ഇരുമ്പ് കട്ട് ചെയ്യുന്ന ബ്ലേഡ് ഇട്ടാണ് നമ്മൾ ബ്ലേഡ് രാവാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം, കാരണം ഗ്ലാസ് ഒക്കെ ഇട്ട് ചെയ്യണം. കാരണം ഇത് രാവുന്ന സമയത്ത് ഇതിനകത്ത് പൊടി തെറിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് സേഫ്റ്റി ആയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ടേബിളിൻ്റെ പുറത്ത് ഈ ടൈൽ കട്ടർ സെറ്റാക്കി വെച്ചിട്ടാണ് നമ്മൾ ബ്ലേഡ് രാവുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഈ ടൈൽ കട്ടർ സെറ്റാക്കാൻ വേണ്ടി നമ്മൾ PVC പൈപ്പിൻ്റെ ഒരു 4 ഇഞ്ചിൻ്റെ ക്ലാമ്പ് മേടിച്ചാണ് നമ്മളിത് സെറ്റാക്കുന്നത്. നമ്മൾ ബ്ലേഡ് രാവുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും ബ്ലേഡ് രാവുന്നത് തെറ്റിപ്പോകരുത്. കാരണം അതിൻ്റെ ഷേപ്പ് മാറിപ്പോയി കഴിഞ്ഞാൽ ഇത് ഒരു കാരണവശാലും മൂർച്ച വരത്തില്ല. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് നോക്കി ചെയ്യണം.
ബ്ലേഡ് രാവി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് മിഷീനിൽ കയറ്റിയിട്ടിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം, മൂർച്ചയായോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ രാവി റെഡിയാക്കി ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തതാണിത്. അപ്പോൾ അടിപൊളിയായിട്ട് മുറിയുന്നുണ്ട്, നേരത്തെ പോലെ. അപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടാണല്ലോ പീസിനകത്ത് സൈഡിൽ കട്ടിങ് വളയുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല പിസിലുണ്ടായിരുന്നു. ഇപ്പം നമ്മളത് രാവിയിട്ടിട്ടപ്പം ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് മുറിയുന്നുമുണ്ട്, നല്ല ഫിനിഷിങ്ങും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ബ്ലേഡുകൾ ഉണ്ടെങ്കിൽ രാവി നോക്കുക. അപ്പം പുതിയൊരു ബ്ലേഡ് ഏതാണ്ട് 3400 രൂപ വില വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 2-3 വർക്കിൽ നമുക്ക് ചെയ്തുകൂടെ. ഇന്ന് നമ്മൾ ചെയ്ത ഈ ഒരു വീഡിയോ അലൂമിനിയം വർക്കേഴ്സിനെല്ലാം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ഒരു പുതിയ ബ്ലേഡ് വാങ്ങണമെങ്കിൽ ഒരു 3400 രൂപ ഒറിജിനൽ ബ്ലേഡിന് വില വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമോ, സക്സസ് ആവും. ഈ ഒരു ഐഡിയ നിങ്ങളും ചെയ്ത് നോക്കുമോ, ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആവുകയാണെങ്കിൽ കമൻറ്റായിട്ട് നമ്മളെ അറിയിക്കുക. ഇന്ന് നമ്മൾ ഈ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിനി ഒരു അടിപൊളി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും. ബൈ.